അതായത് സത്യമുണ്ട് ഒന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. സത്യമുണ്ട്, ആ സത്യം ഉണ്ടെങ്കിൽ അത് ഓബ്ജക്റ്റീവായിട്ടുള്ള സത്യമാണ്, അല്ലെങ്കിൽ സനാതനമായിട്ടുള്ള സത്യമാണ്, മാറ്റമില്ലാത്ത സത്യമാണെന്ന് കരുതുന്ന സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സത്യാനന്തര ലോകത്തെ പറ്റി പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, സത്യം എന്ന് നമ്മൾ പറയുന്നത് സത്യം ഇന്ന് എനിക്ക് സത്യമാണ്, ഒരുപക്ഷെ നാളെ എനിക്കല്ലായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾക്കല്ലായിരിക്കും എന്ന് പറയുന്നവരും സത്യം ആവേശികമാണെന്ന് കരുതുന്നവർക്കും ഈ സത്യാനന്തര ലോകത്തെ പറ്റി പറയാൻ യാതൊരു അർഹതയുമില്ല. ഇനി ഒരു പ്രധാന ക്വസ്റ്റ്യൻ ഇതാണ്, ഈസ് ദർ ട്രൂത്ത്, ഓബ്ജക്റ്റീവ് ട്രൂത്ത് ഉണ്ടോ? എല്ലാ സത്യം മാറുമോ? അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ലോകത്തുണ്ടോ? പൊതുവിൽ ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഈ ഒബ്ജക്റ്റീവ് ട്രൂത്ത്, അതായത് ഒരിക്കലും മാറുകയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് സാധാരണഗതിയിൽ ആരും അത് പ്രത്യക്ഷത്തിൽ പറയാറില്ല. അത് പണ്ട് അങ്ങനെയായിരുന്നു, അത് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ മാറി. വളരെ സിമ്പിളായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കാര്യമുള്ളൂ. 2 അധികം 2 എന്നുള്ളൊരു ഉമേഷമില്ല. വാട്ട് ഈസ് ദ ആൻസർ? അത് ഇന്നലെ എങ്ങനെയായിരിക്കുമോ 100 കൊല്ലം കഴിഞ്ഞാലും അങ്ങനെയായിരിക്കുമോ, എന്നെടുത്താലും അങ്ങനെയായിരിക്കും. അതാണ് ഒബ്ജക്റ്റീവാണ്, അതൊരിക്കലും മാറില്ല. അങ്ങനെ സത്യം സ്ഥിരം നിലനിൽക്കുന്ന സത്യം ഉണ്ട് എന്നുള്ളതിന് ആ ഒരു തെളിവ് മാത്രം മതി. എങ്കിൽ എന്നാൽ അടുത്ത ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ട്രൂത്ത്? ഏതാണ് സത്യം, അല്ലെ എന്താണ് സത്യം? ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പ്രധാനം. ഇപ്പൊ സത്യാനന്തര ലോകത്തിലേക്ക് പറ്റി പറയുമ്പോൾ എന്താ വെച്ചാല്, സത്യാനന്തര ലോകമല്ല, സത്യം ഇല്ലാത്തൊരു ലോകമാണ്. കാരണം എന്തുകൊണ്ട് സത്യമില്ല? അതിന് എനിക്ക് ആ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. അക്വിനാസിന്റെ ഒരു കോട്ടുണ്ട് ഏതോ സത്യം സംബന്ധിച്ച്, ദാറ്റ് ഇഫ് ട്രൂത്ത് ഇൻക്രിമിനേറ്റ്സ് യു വിൽ ബി അഗെയിൻസ്റ്റ് ട്രൂത്ത്. സത്യത്തിന്റെ കുറ്റവാളിയാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ നീ സത്യത്തിനെതിരായിരിക്കും എന്ന് പറയുന്ന അക്വിനാസിന്റെ മത്തേയോദിക്കാനാന്ന് തോന്നുന്നു ഉള്ളൊരു തോന്നുന്നു. അതാണ് സത്യം. ഇപ്പം ഇങ്ങനെ സത്യം ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പോസ്റ്റ് ട്രൂത്ത് കാര്യമാണ്, ഇതെല്ലാം ഫിലോസഫിക്കലായിട്ട് വരുന്ന കാര്യമാണ്. സത്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായി. അതുമായി അനുബന്ധമായ ഫിലോസഫിക്കലായിട്ടുള്ള ചാനലുകളെല്ലാം വരുന്നു. സ്നേഹം നമുക്ക് മാറ്റി നിർത്തി പിന്നെ സംസാരിക്കാം. ഇപ്പം ഈ ലോകത്തില് സംഭവിക്കുന്ന കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ അച്ഛനുള്ള പറഞ്ഞ ആ വിഷയത്തിൽ പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അഴിമതി. അല്ലെ? എന്തുകൊണ്ടാണ് അഴിമതി? മനുഷ്യൻ ജർമ്മ ബേസിക്കലി ഈ മനുഷ്യന്റെ മനസ്സ് വളരെ ഇൻഹറന്റ് ആയിട്ട് തന്നെ തിന്മയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യമാണ്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൊസൈറ്റി ആയിട്ട് തന്നിട്ട്, കുടുംബമായിട്ടും സമൂഹമായിട്ടും തന്നിട്ട്? ഇവൻ ഇൻഡിവിജ്വലി ഇവൻ വൃത്തികെട്ടവന്റെ മഹാരാജാവാണ്. അത് കളക്റ്റീവായിട്ട് വരുമ്പോൾ അവന് പുറത്ത് പറയാൻ പറ്റില്ല, അവൻ മര്യാദക്കാരനാണ്. അതാണ് സൊസൈറ്റി അങ്ങനെ വരുന്നത്. അങ്ങനെ ശരിയല്ലേ? ഇൻഡിവിജ്വലി ആളുകൾ എല്ലാ മനസ്സിലും വൃത്തികെട്ടവന്മാരാണ്. എന്തുകൊണ്ടാണ് ലോകത്ത് ഞാൻ വൃത്തികേട് കാണിക്കാത്തത്, ഞാൻ ബലാത്സംഗം ചെയ്യാൻ പോവോ എന്തെങ്കിലും ചെയ്യാത്തത് കൊണ്ടാണ്? എത്ര പേർക്ക് പറയാൻ പറ്റും? നമുക്കൊക്കെ ഇങ്ങനെയുള്ള വൈസസിൽ താല്പര്യമില്ലാത്തത് കൊണ്ടോ, അങ്ങനെ ചെയ്യുന്ന വൈസസ് ഈ പറയുന്ന ആളുകളോ നമുക്ക് അവരോടുള്ള ആളുകൾക്ക് ദോഷം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടുള്ള ഒരു എന്നാ പറയുന്നത് സ്നേഹത്തിന്റെ പേരിലോ ആണ് നമ്മളത് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സത്യം കുറവായിരുന്നു. നമ്മൾ 90% തെറ്റ് ചെയ്യാത്തത് സമൂഹത്തെ പറ്റിയിട്ടാണ്. ഐ തിങ്ക് സോ. അതിന്റെ അപ്പുറത്തെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മാത്രമേ അതൊരു സ്നേഹമാവുള്ളൂ. ഞാൻ അടുത്ത ചോദ്യം വന്നു, എന്താണ് സ്നേഹം? നമ്മൾ ഈ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതുമായ ഒരു സാധനവും സ്നേഹമല്ല. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വില്ലിങ്നെസ് ടു സഫർ ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് അതേഴ്സ് എന്നാണ് ഐ തിങ്ക്. എത്ര പേർക്കുണ്ട് അങ്ങനെ? നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവനെ ഉപദ്രവിക്കാൻ പറ്റില്ല. അവന് മോശമായിട്ട് നമുക്ക് പെരുമാറാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സഹജീവിക്കും എന്തെങ്കിലും മോശം വരുന്ന വിധത്തിൽ എന്തെങ്കിലും പെരുമാറുന്ന ഒരാൾക്ക് സ്നേഹമുണ്ടെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അത് സ്നേഹമല്ല 100%. നമുക്ക് സത്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് നമ്മളുടെ മൂലധനം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ വാക്കുകളിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം സത്യം എന്നുള്ള കാര്യം, ട്രൂത്ത് എന്ന് പറയുന്നത് ഒരുപാട് കാലഘട്ടം അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ലാംഗ്വേജ് വന്ന കാലഘട്ടം,
അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യന്റെ പ്രതിഭാസം ഈ ലോകത്തിൽ വന്നത് ഹോമോ സാപ്പിയൻസിന്റെ കഥ പറയുകയാണെങ്കിൽ 3 ലക്ഷം വർഷം മുമ്പിൽ നിന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 10,000 വർഷം മുമ്പ് ആണ് നമുക്ക് റവല്യൂഷൻ ഉണ്ടായത്. നമ്മളും ഈ മൃഗങ്ങളും എല്ലാവരും മൃഗ ലെവലിലാണ്, ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ ജീവിക്കാൻ. ഒരു 10,000 വർഷം മുൻപ് നമ്മുടെ ഗ്രൂപ്പില്, പ്രത്യേകിച്ച് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ബുദ്ധി കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തു. അതൊരു വിപ്ലവം. ആ വിപ്ലവത്തിന്റെ പേരാണ് നോളജ് ആണ് യഥാർത്ഥമായിട്ട് പറയുന്നത് ബ്രെയിൻ റവല്യൂഷൻ. ബ്രെയിൻ ഡെവലപ്പ് ചെയ്തത് മനുഷ്യന് മാത്രമാണ്. ആ റവല്യൂഷൻ ഉണ്ട് ഹോമോ സാപ്പിയൻസിന്റെ ഏറ്റവും. അതൊരു 10,000 വർഷമേ ആയിട്ടുള്ളൂ നമുക്ക് അങ്ങനെ തിങ്ക് ചെയ്യാനുള്ള കഴിവ്. അതായത് എല്ലാ മൃഗങ്ങൾക്കും ഒരു തിങ്ക് ചെയ്യാനുള്ള കഴിവ്. മനുഷ്യന് ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ട് എന്ന് തിങ്ക് ചെയ്യാൻ സാധിച്ചു. എല്ലാവർക്കും തിങ്ക് ചെയ്യാം. ഒരു മൃഗത്തിന് നമ്മളെ എന്താ മനസ്സിലാക്കാം, പട്ടിക്ക് നമ്മളെ കണ്ടാൽ മനസ്സിലാവും, ബാക്കി എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. അതെല്ലാം ബുദ്ധി എല്ലാവർക്കും ഒരുപോലായിട്ടുണ്ടെന്ന് പറയാം, അവർക്കുണ്ട്. പക്ഷേ ഇത് ഞാൻ ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ കഴിവുള്ള ഒരു ജീവി വന്നത് മനുഷ്യന്. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രം ഉണ്ടാക്കി, നമ്മൾ സയന്റിഫിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കി, നമുക്ക് മനസ്സിലായതിനെ കുറച്ചുകൂടെ ചിന്തിക്കാൻ മനസ്സിലാക്കി, നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററിയോട് ഉപയോഗിച്ച് നമ്മൾ പ്രസന്റിനെ ഡെവലപ്പ് ചെയ്തു, ഫ്യൂച്ചറിനുള്ളതായ കാര്യങ്ങൾ ചെയ്തു. അതാണ് മനുഷ്യന്റെ പ്രതിഭാസത്തിന്റെ യുണീക്ക്നെസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഈസ് എന്ന് പറഞ്ഞാൽ that we can think that we are thinking. Because I can think I am എന്ന് അല്ല, അത് അദ്ദേഹം പറഞ്ഞ ഡെക്കാർത്ത് പറഞ്ഞ ഐ തിങ്ക് ദാറ്റ് ഐ ആം തിങ്കിങ് എന്ന് പറഞ്ഞു. കൊജിത്തോ എർഗോ സും എന്ന് പറഞ്ഞു, ഞാൻ തിങ്കിക്കുന്നു എന്ന്. പക്ഷെ അതിനെക്കാട്ടിൽ അതിനും കുറച്ചുകൂടെ ലെവല് മാറിക്കഴിയുമ്പോൾ ഞാൻ ഐ തിങ്ക് ദാറ്റ് ഐ ആം തിങ്കിങ് എന്ന് പറയുന്നതും അതാണ് മനുഷ്യൻ എന്ന പ്രതിഭാസത്തിനെ കണക്കാക്കാൻ വേണ്ടി അല്ല അന്ന് ഉപയോഗിച്ചത്. അത് ഫിലോസഫി ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. ഞാനിപ്പോ അപ്പുറത്തോട്ട് പറയുന്നതെന്ന് വെച്ചാൽ മനുഷ്യന്റെ പ്രതിഭാസം തന്നെ യുണീക്ക് ആകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഐ ആം ഡിഫറെന്റ് ഫ്രം ദാൻ ആനിമൽ മീൻസ് ഐ ക്യാൻ തിങ്ക് ദാറ്റ് ഐ ആം തിങ്കിങ്. അത് അത് തന്നെ പറഞ്ഞ കാര്യമാണെങ്കിൽ വരുന്നത്. അപ്പൊ ഇതാണ് പന്ത്. ഇവിടെ വരുമ്പോഴത്തേക്കാണ് ട്രൂത്ത് തുടങ്ങുന്നത്. അതെന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്കുള്ള സത്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് കേൾവികളിലാണ് മനുഷ്യൻ തുടങ്ങുന്നത്. ഈ തിങ്ക് ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ തിങ്ക് ചെയ്യുന്ന സമയത്ത് അവർ കേൾവിലെല്ലാം വരച്ചിടുക. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നത് അതൊരു സുഖത്തെ വരച്ചു വെച്ചു. അപ്പം എന്റെ ഒരു സഹോദരൻ അങ്ങപ്പുറത്ത് വരുന്നുണ്ട്, നീ ഇനി വരുന്ന സിംഹം എന്നുള്ള പടം അവിടെ ഉണ്ടെങ്കിൽ അർത്ഥം എന്ന് വെച്ചാൽ അവിടെ സിംഹത്തിന്റെ മടയാണ്, അല്ലെ സിംഹത്തിന്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞാണ് പുള്ളി ഇത് തരത്തില്ല. ഏതായാലും ഞാനൊരു ചിന്ത പറയാം എന്ന് പറഞ്ഞ പോലെ തീ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തീ എങ്ങനെയാണ് അത് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കാം എന്നുള്ള ചിന്ത ചിന്തിക്കാനും അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അത് തമ്മിൽ മരങ്ങൾ തമ്മിൽ ചേർന്നിട്ടാണോ തീ വന്നത്, തീ ആകാശം എന്ന് വന്നതാണോ. അപ്പൊ ആ കാലഘട്ടത്തില് ഈ നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ ഈ തീ ദൈവം കൊണ്ടുവന്നതായിട്ട് പ്രൊമിത്യൂസിന്റെ കഥ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ കഥകൾ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തില് ഓരോരുത്തർക്കും കഥകൾ ഉണ്ടാക്കുകയാണ് ഈ മനുഷ്യൻ എന്ന പ്രതിഭാസത്തിന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക്. ഇത് മനുഷ്യന് മാത്രം ഉണ്ടായ ഒരു കഴിവാണെന്ന് പറഞ്ഞു വെച്ചാല് ഇത് നമ്മൾ എങ്ങനെ ഇവിടെ ഈ ലോകത്ത് ജനിച്ചത് എന്നുള്ളത് ചോദിക്കാൻ പോയ ഒരു കാര്യമാണ് അത് മനുഷ്യന്റെ ഒരു വലിയ കഴിവാണ്. അത് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അകത്ത് നമ്മള് ചിലപ്പം ഭക്ഷണം കഴിച്ചത് നമ്മള് കുക്ക് ചെയ്യുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രെയിൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് ഇന്ന് പറയുന്നു. അത് എങ്ങനെ സാധിച്ചത്?
ഒരു മൃഗം അവിടെ ചത്ത് തീക്കകത്ത് വീണ് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് രുചിച്ച് മോർ മീനിങ് ഫുൾ ആൻഡ് മോർ തന്നെ. സോ വി ആർ ഗെറ്റിംഗ് അവർ ബ്രെയിൻ വിൽ വർക്കിംഗ്. ഈ അതാണ് ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം പ്രോട്ടീൻസ് കൂടുതൽ കിട്ടുന്നതും അല്ലെങ്കിൽ നമുക്ക് കായിക അധ്വാനത്തിന്റെ ഒപ്പത്തെ കൂട്ടത്തിൽ ബ്രെയിനിലൂടെ വർക്ക് ചെയ്യണം. ഇത് രണ്ടുമാണ് ഒന്ന് മനുഷ്യന്റെ പ്രതിഭാസത. ഇവിടെ വരുമ്പോഴത്തേക്ക് മനുഷ്യന് അതിന്റെ അകത്തുനിന്ന് ഒരുപാട് സത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി, സത്യം എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ സത്യങ്ങൾ ഉപയോഗിക്കാൻ സാധിച്ചു വെച്ചാല് അത് ഒരു സയന്റിഫിക് അപ്രോച്ചാണ്. ഇത് ശരിയാണോ ഇത് ശരിയല്ലേ എന്ന് നോക്ക്. ഇത് മൃഗങ്ങൾക്കുണ്ട്. ഈ സത്യ അന്വേഷണം എന്ന് പറയുന്നത് മൃഗങ്ങൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഒരുപാട് മോഷ്ടിച്ചിട്ടുമുണ്ട്. ഈ മൃഗങ്ങളിൽ നിന്ന് ഒരുപാട് ഐഡിയകൾ നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മൾ പറയും ആന ഒരുപാട് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റത്തിനകത്ത് ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് മനുഷ്യർക്ക് നിന്ന് നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കാം. അത് എങ്ങനെ ആയിരിക്കും പിടിച്ചത്? ഇപ്പൊ ഞാൻ എൻ്റെ മതം ഒരു സ്വകാര്യത എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഈ കഥ എഴുതിയിട്ടുണ്ട്. ഈ ഫ്യൂണറൽ റൈറ്റ്സ്, മരിച്ച കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള അതിനകത്ത് ചില മൃഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാക്കയുടെ കഥ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സയന്റിസ്റ്റ് അതിന് ചെയ്തു. ഈ കാക്ക മരിച്ചു കഴിയുമ്പോഴത്തേക്ക് എല്ലാ കാക്കകളും ഒരു കമ്പ് കൊണ്ട് തന്നെ പുറത്തിരുന്നു. വിക്കിപീഡിയ ഇന്റർനെറ്റ് നോക്കിയാൽ കാണാം. എന്ന് പറഞ്ഞാല് ചില ഹ്യൂമറൽ റൈറ്റ്സ് അല്ലെങ്കിൽ ശവ അടക്ക പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ അവരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ മമ്മികളുടെ ഇത് വെച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഒരു ജീവൻ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജാവിനെ നമ്മൾ സൂക്ഷിക്കണം. രാജാവിന് ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണവും നമ്മൾ കൊടുക്കണം. പുള്ളി എപ്പോഴാണ് വരുന്ന അറിയത്തില്ല. അദ്ദേഹത്തിന് സ്വർണം വേണം, എന്ത് വേണം. അപ്പം അത് ഒരു ഭാവനയിൽ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിന്റെ സത്യമാണോ ഇതാണെന്ന് ചോദിച്ചാലും അത് ഒരുപാട് വരാൻ സാധ്യതയുള്ള കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സത്യം പുള്ളിക്കറിയോ? സത്യം കുറച്ച് മുന്നോട്ട് നിൽപ്പുണ്ട്, സത്യം കുറച്ച് പുറകോട്ട് നിൽപ്പുണ്ട്. ഇപ്പോഴേ നമ്മൾ സത്യം എന്ന് പറയുമ്പോഴത്തേക്ക് സത്യത്തിന് 3 സ്ഥലം കിടപ്പുണ്ട്. ഒന്ന് പഴയതിന് കുറച്ച് കിട്ടിയ സത്യം ഉണ്ട്. അതാണ് നമ്മുടെ സയന്റിഫിക് അപ്രോച്ചിനകത്ത് ബുദ്ധി ഉപയോഗിച്ചത് പ്രസന്റ് ആയിട്ട് മനസ്സിലായി. അപ്പൊ നമുക്ക് മനസ്സിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ ജോസഫിന്റെ കാര്യം പറഞ്ഞ പോലെ അപ്പൊ ഈ ഹ്യൂമൻ കോഗ്നിറ്റീവ് റെവല്യൂഷൻ, ഞാൻ ആ വാക്കാണ് എപ്പോഴും, കോഗ്നിറ്റീവ് റെവല്യൂഷനാണ് ഏറ്റവും വലിയ സംഭവം നടന്നത്. അപ്പൊ ഈ കോഗ്നിറ്റീവ് റെവല്യൂഷൻ വന്നതുകൊണ്ട് തന്നെ മനുഷ്യൻ അന്ന് വരെ കാണുന്ന മൃഗങ്ങളെ കാണാനായിട്ടും അവരെ കാണാനും ഒക്കെ പഠിച്ചു. അപ്പൊ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഇപ്പോഴേ മനുഷ്യരാണ് പശു ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം ഡിനോസേഴ്സ് ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, നമ്മളെക്കാട്ടിൽ ശക്തിയുള്ള ആളുകൾ. അതെല്ലാം എക്സ്റ്റിൻക്റ്റ് ആയി, നശിച്ചുപോയി. പക്ഷേ നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കോവിഡ് വന്നു. പിന്നെ കോവിഡിന്റെ സമയത്താണ് എഴുതിയത്. കോവിഡിന് സമയത്ത് നമുക്കൊരു ഐഡിയ ഇവിടെ കിട്ടി. അതായത് ഇങ്ങനെ എന്താണ്, ഒരു മാസ്ക് വെച്ചാൽ മതി രക്ഷയുള്ളൂ. ഒരു പശുവിന് തോന്നിയില്ലായിരിക്കും അങ്ങനെ വന്നാൽ, അത് ജാഗ്രതയേ ഉള്ളൂ. അല്ലെങ്കിൽ ഡിനോസേഴ്സിന് ചത്തുപോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലരും പറയും. പലരും പറഞ്ഞു അന്ന് അവിടെ ഉൽക്ക വീണിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അതുകൊണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും അടുത്തായിട്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ അതിന് കഴിക്കാനുള്ള ഭക്ഷണമില്ല. ഈ ഉൽക്ക വീണപ്പോഴത്തേക്ക് അവരുടെ തന്നിട്ടുള്ള വീണതല്ല. ഓരോ ഡൈനോസേഴ്സിനെയും ഉൽക്കം പിടിച്ച അല്ലായിരിക്കും, ഒരു ഉൽക്കയും അത്ര വീണല്ലായിരിക്കും. ഉൽക്കം വീണപ്പോഴത്തേക്ക് ഒരു കാര്യം ഉണ്ടായി. ആ പൊടിയും ഇതും എല്ലാം കൂടെ വന്നിട്ട് ആ പ്രദേശത്തെ മുഴുവൻ വെജിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഭക്ഷണമില്ലെങ്കിൽ ഒരാൾക്കും സർവേ ചെയ്യാനൊക്കത്തില്ല. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിത്. അപ്പൊ ഇവിടെയാണ് മനുഷ്യന്റെ പ്രതിഭാസത്തിന്റെ ഒരു പ്രത്യേകത. നമുക്ക് തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. പാസ്റ്റിലേക്ക് തിങ്ക് ചെയ്യാൻ സാധിക്കും, ഫ്യൂച്ചറിൽ തിങ്ക് ചെയ്യാൻ, പ്രസന്റിൽ സാധിക്കും. ഇവിടെയാണ് ട്രൂത്ത് എന്ന് പറഞ്ഞ വാക്ക് ചോദിച്ചതിൻ്റെ അത് ചോദിച്ചത്. അപ്പൊ ഇത് ചിന്തിക്കാൻ തുടങ്ങുന്ന ആളുകളെല്ലാം പല രീതിയിലാണ് ട്രൂത്തിനെ കാണുന്നത്. ഒന്ന് റിയാലിറ്റി എന്നുള്ളതിന്റെ രീതിയിൽ ട്രൂത്ത് എന്ന് പറയാം. രണ്ടാമത്തെ ട്രൂത്ത് എന്ന് പറയുന്നത് നമ്മൾ നിത്യമായ ചില തത്വങ്ങൾക്ക് വേണ്ടി ചേർത്തുകയാണ്. ഇതിലേക്കും 10 കൽപ്പനകൾ ഉണ്ടാക്കി, നോസസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞതിന്റെ കഥയില്ലാത്തൊരു കാര്യം ചോദിച്ചാൽ, മനുഷ്യൻ സയന്റിഫിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് പിന്തുണങ്കിൽ ഒരു നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു സത്യമാണെന്ന് ചോദിച്ചാല്
അബ്രഹാം സകലം പറയാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് നമ്മള് യേശുക്രിസ്തു പറഞ്ഞ ഭാഗമാണെങ്കിലും മോസസിന്റെ കാലത്ത് കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നു. അബ്രഹാം എന്ന് പറഞ്ഞാല് എനിക്ക് മക്കളില്ലെന്ന് വന്നപ്പോഴത്തേക്ക് പുള്ളി അവിടുത്തെ അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഏത് തത്വത്തിലാണ് പുള്ളിയെ നമ്മളെന്ന്. സോ ദാറ്റ് ഐ എം സെയിങ് ദാറ്റ് എത്തിക്സ് അല്ലെങ്കിൽ നമ്മൾ മൊറാലിറ്റി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. എന്നാൽ അതിനൊരു സയന്റിഫിക് അപ്രോച്ച് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ സമൂഹം നിലനിർത്താൻ വേണ്ടി നമ്മൾ എല്ലാവരെയും കൊല്ലരുത്, thou shall not kill എന്ന് പറയുന്നത് എല്ലാം കൊല്ലരുതെന്നാണ് പറയുന്നത്. ജീവിപ്പിക്കണമെന്നുള്ളത് പറയുന്നതാണ് വേറൊരു ഭാഗം വരുന്നത്. എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ നിന്നെ ചൊല്ലാതിരിക്കണം, അതൊരു ചോദ്യമാണ്. ഞാൻ നിന്നെ കൊല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് കാര്യം? അതാണ് ഒരുപാട് കഥകൾ നമ്മള് വേദപുസ്തകങ്ങളിലും മറ്റ് മതങ്ങളിലും മറ്റ് ഇതിലും എല്ലാവരും ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരനെ കൊല്ലരുത് എന്ന് പറയുന്നതിന്റെ കാരണം. അത് നമുക്ക് വേറൊരു സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നെങ്കിൽ, ഞാനിപ്പം ട്രൂത്തിനകത്ത് പറഞ്ഞപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, ട്രൂത്ത് സയന്റിഫിക് ട്രൂത്തിന് വേണ്ടിയും നമ്മള് റിയാലിറ്റി ഇതിനകത്തും നമ്മൾ തത്വങ്ങൾ ഇങ്ങനെ ഇരുമ്പലൊക്കെ പോലെ ഇങ്ങനെ വെച്ചേക്കുന്നതും ഒക്കെ എല്ലാം സാഹചര്യങ്ങൾ അനുസരിച്ച് മാറും. നമ്മൾ അറിയാതെ മാറുന്നത്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞത്, 10 കൽപ്പനയാണെങ്കിൽ അബ്രഹാമും അത് ചെയ്തിട്ടില്ലെന്ന് പറയാം. അല്ലെ കൊല്ലരുതെന്ന് പറഞ്ഞ ഒരാളാണ് നമ്മള് അബ്രഹാമിന്റെ മക്കള് 2 മക്കളുടെ കാര്യവും പറയുന്നതും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ എന്താണ്, അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അതിൽ നിന്ന് മാറ്റാൻ വരാൻ വേണ്ടിയാണ് നമ്മൾ തത്വം ഉണ്ടാക്കി. അതിനിടയ്ക്ക് തത്വം പറഞ്ഞു നമ്മള് കൊല്ലരുത് എന്നുള്ള തത്വം ഉണ്ടാക്കിയിരിക്കുക. അപ്പം ഇതിനകത്തൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ട്രൂത്തിനെ കുറിച്ച് സാറ് പറഞ്ഞു. ട്രൂത്ത് അചഞ്ചലമായിട്ട് ഒരു ട്രൂത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മളില്ലെങ്കിൽ അത് തീർന്നു, മനുഷ്യനുണ്ടായിരിക്കും. അങ്ങനെയല്ലോ, ഇന്നില്ലെങ്കിൽ 100 കൊല്ലം കഴിഞ്ഞാലും 1000 കൊല്ലം കഴിഞ്ഞാലും 2+2 will remain 4. അത് ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം. എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു അയാഥാർത്ഥ്യമായ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മളിപ്പോ ഞാൻ പറഞ്ഞൊന്നും തിരുത്തിരിക്കണ്ടേ. ഞാൻ പറഞ്ഞത് ഈ നമ്മൾ സിംബോളിക് ആയിട്ട് ലൈഫിനെ ഞാൻ പറയുകയാണെങ്കിൽ 2ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. വി ആർ ലിവിങ് ഇൻ 2 വേൾഡ് എന്ന് പറയും. എന്റെ പുസ്തകത്തിനകത്തും അത് പ്രത്യേകിച്ചുണ്ട്. അത് ഹരാരയും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനകത്തും ഉണ്ട്. അത് മൊത്തം നോക്കുന്നതിനകത്ത് അദ്ദേഹത്തിന്റെ ഡിസ്കഷൻസിലും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, വി ലീവ് ഇൻ എ 2 വേൾഡ്. മനുഷ്യൻ എന്ന പ്രതിഭാസം നമ്മൾ ഒരേ സമയത്ത് നമ്മൾ 2 വേൾഡിൽ ഒരേ സമയത്ത് ജീവിക്കും. ഒന്ന് സിംബോളിക്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഇരിക്കുന്ന ബ്രെയിനിന്റെ അകത്ത് വരുന്നത്. മറ്റൊന്ന് റിയാലിറ്റി, ഈ ഹോമോ നമ്മളെ ഫിനോമിനും ഉണ്ട്, ന്യൂമൻ ആയിട്ടുള്ളത് തിങ്കിങ്ങിനകത്ത് ഒരു ഭാഗമാണ്. അപ്പൊ ഈ 2 വേൾഡിൽ ഒരേ സമയത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. മറ്റൊരുക്കതില്ല. അതാണ് ഞാനിപ്പോ പറഞ്ഞ നമ്മൾ തിങ്ക് ചെയ്യുന്നുള്ള തോന്നുന്നത്. ഇത് അപ്പൊ നമ്മളതുകൊണ്ടുണ്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇത് 2ഉം മാറ്റിക്കൊണ്ടിരിക്കും. ഒന്ന് ശരീരം വളർന്നു വരുന്നതോ സാമുദായിക സൗകര്യങ്ങളൊക്കെ മാറുന്നതിന്റെ കൂട്ടത്തില് നമ്മള് ഇതിന്റെ കൂട്ടത്തിൽ വേറെ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ചു. അതിലൊന്നാണ് മാത്തമെറ്റിക്സ്. സാറേ, ആ വാക്കങ്ങ് വിട്ടു. അത് ആ വാക്കെ കിടന്ന് പിടിക്കണ്ട. അല്ലല്ല, മീനിങ് ഡിഫറൻസ് ഉണ്ട്. സംതിങ് ഡിസ്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ഒരു സാധനത്തെ നമ്മൾ കണ്ടെടുത്തു. അതിന് മുമ്പ് അത് ഉണ്ടായിരുന്നു, നമ്മൾ അവരെ കണ്ടുപിടിച്ചു എന്ന് എടുത്തു. ഡിസ്കവർ ഡിസ്കവർ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു സാധനത്തെ കണ്ടു ഉണ്ടാക്കി. അതാരാ ഉണ്ടാക്കിയിട്ടുള്ളത്? മനുഷ്യന്റെ രീതിയോ? അല്ലെങ്കിൽ മനുഷ്യനെ പറ്റൂ ഒരു ഇന്റലിജൻസ് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇൻവെന്റ് ചെയ്യാന്ന് പറയുന്നത് മനുഷ്യനാണെങ്കിൽ കുഴപ്പമില്ല. ഡിസ്കവർ ചെയ്യാന്ന് പറഞ്ഞ് മനുഷ്യനെ ഇൻവെന്റ് ചെയ്തതല്ല. 2 രീതി കാണുന്നതേ ഉള്ളൂ. അല്ല സാറേ, ഇതൊക്കെ അതിന്റെ ഇംപ്ലിക്കേഷൻ ഡിഫറെന്റ് ആണ്. അത് മനസ്സിലായി. മാത്തമാറ്റിക്സ് ഇഫ് ഇറ്റ് ഈസ് ഇൻവെന്റഡ് അത് മനുഷ്യന്റെ സൃഷ്ടിയാണ്. ഇഫ് ഇറ്റ് ഈസ് ഡിസ്കവേർഡ്
അത് അവിടെ എക്സിസ്റ്റ് ചെയ്തില്ല. സാറ് പറയുന്ന ആ രണ്ട് വാക്ക് നല്ല വാക്കാണ്. ഞാൻ വാക്കിനോടല്ല പ്രശ്നം. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം തിരിച്ചു ചോദിക്കാം. അതായത് ഇൻവെന്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ കണ്ടു, ഞാൻ ഡിസ്കവർ ചെയ്തപ്പോൾ കണ്ടു. എല്ലാം മനുഷ്യന്റെ കണ്ണിനകത്തോ അല്ലെങ്കിൽ 10 പേര് കൂടിയോ കണ്ടോ എന്ത് ചെയ്യുന്നു? ഇൻവെന്റഡോ സാറേ? ഇൻവെന്റഡ് സാർ ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ പറയാം. ഈ ഹെൻറി ഫോർഡ് out of his idea he created an internal combustion engine. മനസ്സിലായോ? അത് പുള്ളിയുടെ ഒരു അങ്ങനെ ഒരു പോസിബിലിറ്റി ഇതിങ്ങനെയൊക്കെ അത് ഈ ഇൻവെന്റ് മനസ്സിലായോ? അതാണ് ഇൻവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ ഇൻവെന്റ് കൊണ്ടാണ്. ഹെൻറി ഫോർഡ് പോയപ്പോ കാറ്റിലൂടെ പോയപ്പോ there was a pitch covered with dust. പുള്ളി ക്ലിയർ ചെയ്ത് വന്നപ്പോ അതിൻ്റെ അകത്തൊരു വണ്ടി ഉണ്ടായിരുന്നു. പുള്ളി കണ്ടുപിടിച്ചു. ദാറ്റ് ഡിസ്കവേർഡ്. അങ്ങനെ സാറ് വാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഡിഫറൻസ്. ഡിസ്കവർ ട്രൂത്ത് പറ്റി പ്രശ്നം വരുമ്പം ട്രൂത്ത് ഈസ് ഇൻവെന്റഡ് ആണെങ്കിൽ അത് മനുഷ്യന്റെ സൃഷ്ടിയാണ്. ഈ ട്രൂത്ത് ഈസ് ഡിസ്കവേർഡ് ആണെങ്കിൽ അത് മനുഷ്യന്റെ സൃഷ്ടിയല്ല. ഇറ്റ് വാസ് ദേർ. അതെങ്ങനെയാ വരുന്നത്? ഞാൻ ചെറിയ നമ്മൾ ഈ ലോകം നേരത്തെ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു. മനുഷ്യന്റെ പ്രതിഭാസം കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളും എല്ലാം മൃഗങ്ങളായിരുന്നു. എന്നാ നമുക്ക് മനസ്സിലായത് നമ്മളൊരു മനുഷ്യനാണെന്നും നമ്മൾ ഇപ്പം ഇതെല്ലാം ഇങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ള 10,000 വർഷമായുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിന് ആ ബ്രെയിന് അവിടെ പണി ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്തോ? കിട്ടുന്നില്ല. അടച്ചിട്ടും അതാ അവിടുത്തെ ഈ വണ്ടി വാഷ് ചെയ്യുന്നതിന്റെ ആ പ്രായത്തിലൊക്കെ ഈ അതിന്റെ പറഞ്ഞ അതിന്റെ അകത്ത് ഇഷ്യൂ ഉണ്ട്. ബട്ട് യു ആർ ടോക്കിംഗ് ഈ ആർഗ്യുമെന്റ്സ് ഒത്തിരി ഈ ഹരീരിയുടെ ഈ പറഞ്ഞ സാധനം ഓഷോടെ ചെയ്തിട്ട് അങ്ങനെയല്ല. അല്ല, ഞാൻ സ്വർഗത്തിൽ നിന്ന് കണ്ടുപിടിച്ചല്ല, അങ്ങനെയല്ല. നമ്മള് പലരും കിട്ടുന്നത്. ഞാൻ പറഞ്ഞ ഹരീരിയുടെ ആ പുസ്തകങ്ങളെല്ലാം ഉണ്ട്. ഈ ഹോമോസാപ്പിയൻസ്, ഹോമോ ഡ്യൂസ് എന്നൊക്കെ പറഞ്ഞ സാധനം. പക്ഷെ ആ പുസ്തകത്തിന്റെ വെരി ഫണ്ടമെന്റൽസിന്റെ ഒരു വലിയ ക്വാളിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? എവല്യൂഷൻ ആസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്. എന്തോ എവല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് ആയിട്ട് എടുത്തുകൊണ്ട് ആ ബെഡ് റോക്കിൽ ഇരുന്നോട്ടാണ് ഈ പുള്ളിയുടെ ആർഗ്യുമെന്റ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഫൗണ്ടേഷൻ ഇസ് ഫേക്ക്. എന്തുവാക്കെന്ന് പറയാം. അല്ല സാറിന്റെ ഫൗണ്ടേഷൻ ഈ പറയുന്ന എവല്യൂഷൻ എന്ന് പറയുന്നത് ദാറ്റ്സ് എ മിത്ത്. ദാറ്റ് ഇസ് എ സ്റ്റോറി ടോൾഡ് ബൈ എ ബഞ്ച് ഓഫ് ഇഡിയറ്റ്. നെവർ പോസിബിൾ. സയന്റിഫിക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനുഷ്യനുണ്ടായി നെവർ. ഇപ്പോഴത്തെ സയന്റിഫിക് ഏതാ ഒരു സയൻസ് പറയാൻ ഇപ്പോഴത്തെ ഇതുവരെയുള്ള സയന്റിഫിക് ഞാൻ പറഞ്ഞു വെറുതെ പ്യൂറ സയന്റിഫിക് അല്ല. ഏതാന്ന് പറ. ആരുടെ സയൻസ് ആണ്? അല്ലാതെ ആരുടെയും അല്ല. അത് വെച്ച ഓൺഗോയിങ് സാധനം. ഓൺഗോയിങ് സാധനം. അതായത് ഇപ്പൊ ഉള്ള കറന്റ് സയന്റിഫിക് കണ്ടെത്തലുകൾ ഇതിനെ കംപ്ലീറ്റ് ഡിസ്മാൻഡ് ചെയ്യുന്നത്. അതെന്താണെന്ന് സാറൊന്ന് പറയാമെങ്കിൽ പുതിയ സയന്റിഫിക് സാറിന് കിട്ടിയത് അത് എവല്യൂഷൻ തിയറിക്ക് അപ്പുറത്തുള്ളതായ തിയറി പറയാമെന്നാണ് ചോദിച്ചത്. അല്ല, എവല്യൂഷൻ തിയറിക്ക് എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമാണ്. അതായത് നമ്മള് ഒക്കെ മുമ്പ് പറഞ്ഞ എത്തീസവുമായി ബന്ധപ്പെട്ട് ഈ സാധനം ബന്ധമുണ്ട്. മുമ്പേ പറഞ്ഞത് എത്തീസ്റ്റിക് ബന്ധം. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പം ഒറിജിൻ ക്വസ്റ്റ്യൻസ്, അതായത് മനുഷ്യൻ ഇങ്ങനെ സീക്ക് ചെയ്യുന്നു. ഹു ആം ഐ? ഞാൻ എവിടുന്ന് വന്നു? മനുഷ്യന്റെ ഒരു ബ്രെയിൻ ഉണ്ടായി എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിയപ്പോ മുതല് ഇതിങ്ങനെ ഒത്തിരി കഥകൾ, ഇവൻ ഫാന്റസികളെല്ലാം വരുമല്ലോ. അങ്ങനെ പോയി അവസാനം അത് പോലെ അരിസ്റ്റോട്ടിൽ തന്നെയാണ്. പുള്ളിയാണ് അതിന്റെ എക്സ്ട്രീം പോയിട്ടുള്ളത്. പുള്ളി പറഞ്ഞു ആറ്റമിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന കക്ഷികളില്ലേ, എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്, ഈ മാറ്റം എങ്ങനെയാണ്, അതെങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ പുറകോട്ട് പോയിട്ട് അവസാനം ലോജിക്കൽ തിങ്കിങ് മാത്രമാണ് ഫിലോസഫി. അന്നത്തെ അല്ലാതെ അതിന് എംപിരിക്കൽ എവിഡൻസ് ഒന്നുമില്ല. അന്നത്തെ പുള്ളി കൺക്ലൂഡ് ചെയ്തതാണ് ആറ്റം എന്ന് പറയുന്ന സാധനം, ആറ്റമിസ്റ്റുകൾ എന്ന് പറയുന്ന സാധനം. പുള്ളി തന്നെ ആംചെയർ റിസർച്ചാണ്, അല്ലാതെ അതിനൊരു എംപിരിക്കൽ എവിഡൻസ് ഒന്നുമില്ല. അവർ തന്നെ കൺക്ലൂഡ് ചെയ്തിരുന്നു എല്ലാ മാറ്റം മെയ്ഡ് ഔട്ട് ഓഫ് എ സ്പാർക്ക്
ഈ സെപ്പറേറ്റ് ചെയ്യാൻ മേലാത്ത, സ്പ്ലിറ്റ് ചെയ്യാൻ മേലാത്ത ഒരു പാർട്ടികൾ കൊണ്ടാണ് എല്ലാം മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആറ്റമിച്ച് ആ സാധനം. അങ്ങനെയാണ് ശരിക്കും ഞാൻ മനുഷ്യൻ ചിന്തിച്ചപ്പോൾ ഈ മനുഷ്യന്റെ ഈ ഒരു സ്ട്രീം ഓഫ് തോട്ട്സ് 2-3 കാര്യങ്ങളിലേക്ക് എത്തി. ഒന്ന്, ഫ്രം വേർ ഡിഡ് ദ യൂണിവേഴ്സ് അറൈസ്, ഒരു ഇന്ത്യൻ ക്വസ്റ്റ്യനാണ്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? അതാണ് ഒരു അൾട്ടിമേറ്റ് ആയിട്ട് അറിയേണ്ട ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നു, പ്രപഞ്ചം എങ്ങനെയെങ്കിലും സംഭവിച്ചു, ദെൻ എങ്ങനെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു? അതിന് ഒരു കൊറോളറി ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ലൈഫ്? ചോദ്യം മനസ്സിലായി, ഉത്തരവോടെ പറഞ്ഞു. അല്ല, ഇതിന്റെ ഉത്തരവോടെ പറയാം. ഈ 2 ചോദ്യം പ്രധാനമായിട്ടും ഈ പറയുന്നതായിട്ടുള്ള ഈ നമ്മുടെ ഈ സാധനത്തിലെ ഈ 2 ക്വസ്റ്റ്യനും ആൻസർ ഉണ്ടായതിനു ശേഷം മാത്രമേ എവല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഒരു പ്രസക്തതയാവുള്ളൂ. ഉത്തരം ഒന്ന് പറയാം. അതിന്റെ ഉത്തരം ഈ പ്രസന്റ് സിറ്റുവേഷൻ ആദ്യത്തെ ക്വസ്റ്റ്യന് ഫ്രം വേർ ഡിഡ് ദിസ് യൂണിവേഴ്സ് ഒറിജിനേറ്റ്, ഇപ്പോഴത്തെ സയന്റിഫിക് നോളജ് വെച്ച് ഒറ്റ ആൻസർ ഇല്ല, പിന്നെ നമുക്ക് അറിയത്തില്ല, അറിയാൻ മാർഗമില്ല. അത് സാറേ അല്ലാതെ അറിയത്തില്ല, അത് പോട്ടെ. അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ ആ ആഗ്നോസിസ് അറിയാൻ മേല എന്ന് പറയുന്നതല്ല, എനിക്ക് അറിയത്തില്ല. അത് എന്നാ പറഞ്ഞു, ഒപ്പീനിയൻ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് എനിക്കറിയില്ല. വേറൊരു തിയറി, സയന്റിഫിക് ആയിട്ടുള്ള സംഭവമാണ്. സയന്റിഫിക് തിയറി എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഓഫ് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അവസാനം പറയുന്ന ഒരേ ഒരു സാധനമുള്ളൂ, ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞ സാധനം. മറ്റേ ഫാദർ ബെൽജിയൻ ജോർജ് ലെമറ്റ്. പക്ഷെ ബിഗ് ബാങ് തിയറി ഒറിജിൻ ഓഫ് യൂണിവേഴ്സിന്റെ തിയറി അല്ല. ബിഗ് ബാങ് തിയറി എങ്ങനെ യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. ബിഗ് ബാങ് തിയറി ഇസ് ദ ഹിസ്റ്ററി ഓഫ് യൂണിവേഴ്സ്. സംഭവം ഇറ്റ് ഒറിജിനേറ്റ് ചെയ്തു, അത് ബിഗ് ബാങ്കിൽ ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ യൂണിവേഴ്സ് ഇപ്പോഴത്തെ നിലയിലേക്ക് ഡെവലപ്പ് ചെയ്തു എന്നുള്ള സ്റ്റോറിയാണ് ബിഗ് ബാങ് തിയറി. ഇത് എങ്ങനെ ഈ ബിഗ് ബാങ്ങിന്റെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള സിറ്റുവേഷൻ ക്വസ്റ്റിനെപ്പറ്റി സ്റ്റീഫൻ വെയിൻബർഗ് എന്ന് പറയുന്ന നോബൽ ലോറേറ്റ് ആയ എത്തീസ്റ്റ് ആയ സയന്റിസ്റ്റ് പറഞ്ഞു കൊടുത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞത് അതെല്ലാരും പണ്ടുതൊട്ടേ പറഞ്ഞതല്ലേ. ഞാൻ പറയുമ്പോ അങ്ങനെ വരുന്നു. ഇപ്പോ ഒരു ബുദ്ധിയില്ലാത്തവരും പരമബുദ്ധനും നിൽക്കുന്ന ഒരേ പോയിന്റില്ല. ബുദ്ധൻ 360 ഡിഗ്രി സഞ്ചരിച്ചിട്ട് വന്നിട്ടും അറിയില്ലാന്ന് പറയുന്നു, മറ്റേ ആളെ ഇത് തുടങ്ങാനേ അറിയില്ലാന്ന് തോന്നുന്നു. വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഒത്തിരി അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാണ് അദ്ദേഹം അറിയില്ലാന്ന് പറയുന്നത്. അല്ലാതെ അറിയില്ലാന്ന് ആർക്കും പറയാം. അറിയില്ല എന്ന് മാത്രമല്ല, അറിയാൻ മാർഗമില്ല എന്നുള്ള അറിവുണ്ട്. അല്ലാതെ ഞാൻ പറയാൻ മറുപടി പറയണമെങ്കിൽ മറുപടി പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മള് എല്ലാ സയന്റിഫിക് അപ്രോച്ചും ലാസ്റ്റ് പറയാൻ വേണ്ടിയല്ല ഇരിക്കുന്നത്. അത് ഒരു ക്രൊണോളജിക്കലായിട്ടുള്ള ചേഞ്ചാണ് ലോകത്ത് നോക്കുന്നതെല്ലാം. നമ്മൾ പറയുകയാണെങ്കിൽ ബൈബിൾ എങ്ങനെ ഉണ്ടായത് നമുക്കറിയാം. ബൈബിള് ആരും എങ്ങനെയാണ് ലോകത്തിൽ ആദ്യത്തെ മനുഷ്യനുണ്ടായതെന്ന് ഉള്ള കാര്യം അതിരുന്ന് കുത്തിയിരുന്ന് വരയ്ക്കുകയൊന്നും അല്ലായിരുന്നു, എഴുതുകയൊന്നും അല്ലായിരുന്നു വെച്ച്. അത് മനുഷ്യൻ വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 5000 വർഷം മുമ്പെന്ന് വെച്ചു ഇന്നത്തേക്ക് BC 5000 കൊല്ലം അന്ന് മനുഷ്യന് തോന്നിയിട്ട് നമ്മൾ എങ്ങനെ ആയിരിക്കും അതെന്ന് ചോദിച്ച ചോദ്യം തന്നെ പറയുന്നത്. അങ്ങനെ ചിന്തിക്കുക. അപ്പൊ മനുഷ്യൻ ഒരു കഥ തുടങ്ങി, ഒരു കഥയാണ്. ഹീബ്രുവിലെ ഒരു കഥയാണ് നമ്മൾ ആദ്യ പാഠങ്ങളായി 41 അധ്യായങ്ങള് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ കഥ അതാണ്. അപ്പം അതിന് ഒരു ഹീബ്രു കവിതയാണ് ഇതെന്ന്. അങ്ങനെ 1-ാം ദിവസം ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി. അപ്പൊ അതിന്റെ അകത്തിന്റെ വെളിച്ചത്തിൽ അപ്പം അന്ന് എഴുതിയ ആള് അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്നത് അപ്പം ചോദിച്ചാൽ അച്ഛത് വെറുതെ ദൈവം വലിയ എഴുതി തന്നെന്ന് പറയും. ഞാൻ പറഞ്ഞു അത് വേറൊരു രീതി പറയുന്ന രീതിയാണ്. നമുക്ക് പല കാര്യങ്ങളും പറയാൻ ദൈവമാണ് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തു, എനിക്ക് വേണ്ടി ജോലി ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ എങ്ങനെയാണ്. പക്ഷെ അത് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹമാണ്. എനിക്ക് നേരിട്ട് കിട്ടത്തില്ലാത്തതെന്ന് ഞാൻ പറയും, എന്നിന്റെ കയ്യിൽ നിൽക്കത്തില്ലാത്തതെന്ന് ഞാൻ ദൈവത്തിന്റെ ഇതിനകത്ത് പറയും.
ഏതെങ്കിലുമല്ല പ്രധാനപ്പെട്ടത്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ചെയ്യുന്നത്, ആ ബൈബിൾ എഴുതിയവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? നമ്മൾ ഇന്ന് കാണുന്നത് ഇതല്ല, അതിനപ്പുറത്തെന്തോ ഒന്നാണ്. ആദ്യം തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു കഥ എഴുതിയതാണ്, അല്ലാതെ അതൊരു സയൻസ് പഠിപ്പിക്കാനുള്ള പുസ്തകമല്ല, സയൻസിന് ആവശ്യത്തിന് മറുപടി പറയാനുള്ള പുസ്തകമല്ല. അതേ കിടന്ന് ബോധവും വെക്കണ്ട. ഇതേ സമയത്ത് തന്നെയാണ് കാത്തലിക് ചർച്ചിലേക്ക് വളരെ കൃത്യമാണ്. ഒരുപാട് കുറ്റങ്ങളൊക്കെ ഉണ്ട് കത്തോലിക്ക സഭയുടെ കുറിച്ച് പറയുന്നുണ്ട്. സയന്റിഫിക് വേൾഡിന് എതിരായിട്ടൊന്നുമാണെന്ന് ഒരു വലിയ ചരിത്രമുണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ കാത്തലിക് ചർച്ചിൽ ഒരേ പാരലായിട്ട് ഏതാണ്ട് 219 സയന്റിസ്റ്റിക് അച്ഛന്മാരുണ്ട്. അതിനാണ് ഈ പറഞ്ഞ നെല്ലത്തൂറിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ മനുഷ്യരും സയന്റിഫിക് വർക്ക് ഇതിന്റെ കൂട്ടത്തിലുണ്ട്. കാരണം അറിയോ, ഈ ചരിത്രം എവിടാന്ന് കണ്ടുപിടിക്കാനായിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. അതുകൊണ്ട് എവല്യൂഷൻ തിയറി കിടന്ന് ഉണ്ടാക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് അത് ഹരാരയുടെയും പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം. ഹരാര ഒരു ജീവിതത്തെ കണക്കാക്കാനുള്ള കഥ എന്നാന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളാരും അതെടുത്തിട്ട് ജീവിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് ഇന്ന് നമുക്ക് എല്ലാത്തിനും മറുപടി കണ്ടെത്തണം. നമ്മുടെ മനുഷ്യർക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് എന്താണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം ട്രൂത്തിനെ കുറിച്ചാണ്. ട്രൂത്ത് എന്താണെന്ന് ചോദിച്ച ചോദ്യം ഞാൻ മാത്രമല്ല ചോദിച്ചു, ലോകത്തിന് എല്ലാവരും ചോദിക്കും. നമ്മളിപ്പോ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഈ ഗാന്ധി. അദ്ദേഹം ചോദിച്ചു ട്രൂത്ത്, വാട്ട് ഈസ് ട്രൂത്ത്? അദ്ദേഹം ചോദിച്ച ട്രൂത്ത് എന്തെന്നറിയാവുള്ളൂ. അദ്ദേഹം പറഞ്ഞു ട്രൂത്ത് എന്ന് ആണ് ദൈവം. അദ്ദേഹത്തിന് അത് പറഞ്ഞിട്ടുണ്ട്. ട്രൂത്ത് ഈസ് ഗോഡ്. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ പീലാത്തോസ് ചോദിച്ചാൽ വാട്ട് ഈസ് ട്രൂത്ത്? അപ്പൊ പുള്ളി ഇത് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. യേശു ക്രിസ്തു തന്നെ ചോദിച്ചുകൊണ്ടിരുന്നായിരുന്നു ആ ചോദ്യം, വാട്ട് ഈസ് ട്രൂത്ത്? താങ്കൾ ട്രൂത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്നും എല്ലാവരും ട്രൂത്ത് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു സൊല്യൂഷൻ പൂർണ്ണം പറയാനൊക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പൊ അതിന് ഈക്വേറ്റ് ആണ് ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു വാദം. അപ്പൊ ട്രൂത്ത് എന്ന് പറഞ്ഞ ഒരു ഫിസിക്കലി കാണണമെന്നുണ്ടെങ്കിൽ ഒരു ശബ്ദം മാത്രമാണ്, ഇല്ലയോ? അല്ലാതെ അതിലൊരു ഫിസിക്കൽ സാധനം ഇല്ല. ട്രൂത്ത് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് മനുഷ്യൻ എന്ന പ്രതിഭാസത്തിന്റെ മനസ്സിനകത്തുള്ള ട്രൂത്തുകളാണ് ഇതെല്ലാം. പല ട്രൂത്തുകളുടെ എല്ലാം കൂടെ ഒരു സമ്മേളനമാണ്. നമ്മളതിനകത്ത് പറയുന്നത് ട്രൂത്തിന്റെ കൂട്ടിൽ കുറച്ച് എത്തിക്കൽ തിങ്കിങ് കൂടെ നമ്മൾ പറഞ്ഞു. നീ കൊല്ലരുത് ഒരു ട്രൂത്താണ്, കൊല്ലരുത് എന്ന് ട്രൂത്ത് പറഞ്ഞു. പക്ഷെ ഈ മനുഷ്യൻ ഒരു പ്രശ്നമുണ്ട്, കൈ കിട്ടിയാൽ കൊല്ലും. അപ്പൊ ട്രൂത്ത് നമ്മൾ കത്ത് കൽപ്പന എഴുതിയിരിക്കുന്നത് ഒരു വെടിവെക്കൽ മാത്രമാണ്. നമ്മൾ ഇപ്പൊ കൊല്ലത്തില്ലെന്ന് തീരുമാനിച്ചുള്ളൂ. എന്നാ പറയുക സാറേ, നമ്മൾ ഈ ചർച്ചകളെല്ലാം ചെയ്തു, അവസാനം നമ്മുടെ മനസ്സിൽ കിടക്കുന്നതെന്നറിയോ, എന്നാലും ഞാൻ പറഞ്ഞതാ ശരി. ഇപ്പൊ നമ്മൾ സ്നേഹിക്കാനാണ് നിർത്തിയിരിക്കുന്നത്, ഒരു വെടിനിർത്തലേ ഉള്ളൂ. എന്നാൽ അതല്ല, അതിനപ്പുറത്തുള്ളൊരു തിങ്കിങ് ഉണ്ട്. ഞാൻ എന്റെ ഫിലോസോഫിക്കൽ പഠനവും എന്റെ തിയോളജിക്കൽ സ്റ്റഡീസും എന്റെ സോഷ്യൽ സാമൂഹിക പഠനത്തിനകത്തുമൊക്കെ ഞാൻ ഒരു പുതിയ എത്തിക്സ് ഞാൻ കണ്ടെത്താൻ പരിശ്രമിച്ചാൽ അത് എമ്മാനുവൽ ലെവിനാസിന്റെ ട്രൂത്താണ്. അദ്ദേഹം ട്രൂത്തിനെ പറഞ്ഞത് ഈ പറഞ്ഞ 10 കൽപ്പനയുള്ള എല്ലാവരും കൂടിയാണ് ഒന്നാം ലോകമായുധം ചെയ്തത്, അല്ലയോ? ആ ക്രിസ്ത്യാനികളും മാർപ്പാപ്പ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇനി എപ്പോഴും കൈ കിട്ടിയാൽ നമ്മൾ പറയും വേണമെങ്കിൽ കൊല്ല നമ്മളെ പറയും, ഇല്ലയോ? ഇപ്പൊ തന്നെ പറഞ്ഞാൽ അവനെ കൊല്ലുന്നതിന് കുഴപ്പമില്ല, ഇവനെ കൊല്ലുന്നതിന് കുഴപ്പമില്ല, കോഴിയെ കൊല്ലാം, കൊല്ലാം, ചിലത് പ്രസവം എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മളെ ട്രൂത്തുകളുടെ ഭാഗങ്ങളായി പറഞ്ഞത്. അപ്പൊ ട്രൂത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് കോഴിയെ കൊല്ലുന്നത് കുഴപ്പമില്ല, പന്നിയെ കൊല്ലുന്നത് അല്ലെങ്കിൽ സിംഹത്തെ കൊല്ലുന്നത്, ഇതൊക്കെ എല്ലാം ചില ട്രൂത്തുകളുടെ ചില സാധനങ്ങളാണ് എഴുതിക്കുന്നത്. ഇവിടെ ട്രൂത്ത് എന്തെങ്കിലും ഉണ്ടാക്കി അപ്പൊ നമ്മളൊരു എത്തിക്സ് ഉണ്ടാക്കി. അത് അങ്ങനെ തന്നെ സാധനം നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കുറച്ചിനെ നമുക്ക് സൂവിൽ സൂചിക്കണം. അത് ട്രൂത്ത് എന്ന് പറഞ്ഞ സാധനം ചിലരെ കൊല്ലാം, ചിലരെ കൊല്ലരുത്, എന്റെ സഹോദരനെ കൊല്ലരുത്, പിന്നെ അയൽക്കാരനെ വേണേ കൊല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇതാണെങ്കിൽ ഈ പറഞ്ഞ ട്രൂത്ത് എപ്പോഴും ആത്യന്തികമല്ല. അത് അതിൽ ഇത് ആവശ്യമായി റിലേറ്റീവായി സബ്ജക്റ്റീവ് അല്ല, റിലേറ്റീവ് അല്ല.
പറഞ്ഞ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് ഒരു ഫിലോസഫിയിലെ തിങ്കിങ് ആയി പറഞ്ഞു. ഇപ്പൊ ഇതിന്റെ അവിടെ ഓർത്താൽ മതി, റിലേറ്റീവ് ആകുന്നത് ഒരു കൃത്യസമയത്താണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഐൻസ്റ്റൈന്റെ റിലേറ്റിവിറ്റി തിയറി എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് വണ്ടി ഓടുന്ന സമയത്ത് മരങ്ങളെല്ലാം ഇങ്ങോട്ട് മരങ്ങൾ മാറുന്നുണ്ടോ? ഇല്ല, മരങ്ങൾ മാറുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മളാണ് മാറുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ റിലേറ്റിവിറ്റി തിയറിക്ക് നമ്മൾ പ്രാക്ടിക്കലായിട്ട്, അതല്ല റിലേറ്റിവിറ്റി തിയറിയിൽ നമ്മൾ പറഞ്ഞത്. അപ്പം റിലേഷൻസ് ഒന്നിനോട് ചേർന്നാണ് നമ്മളതിന്റെ ട്രൂത്ത് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് സബ്ജക്റ്റിവിറ്റി ഒബ്ജക്റ്റീവ് അല്ല, റിലേറ്റീവ് ആകുന്നുണ്ട് സിറ്റുവേഷൻ അനുസരിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഫിലോസഫി വെച്ചിട്ട് നമ്മൾ പറയാണ് കോഴിയെ കൊല്ലാം, പട്ടിയെ കൊല്ലല്ലേ, ഇതിനെ ഇരിക്കുന്നത് വലിയ മൃഗങ്ങളെ കൊല്ലാം, അപ്പൊ വലിയ മൃഗങ്ങളെല്ലാം കൂടെ അപ്പൊ നമ്മളൊരു തത്വശാസ്ത്രം അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ട്രൂത്ത് എന്ന് പറയുന്നതിനകത്ത് ഒബ്ജക്റ്റീവ് ആണെന്നും സബ്ജക്റ്റീവ് ആണെന്നും പറഞ്ഞ് നമ്മൾ അത് പഴയ കാലത്ത് ഒരു കഥയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഈ കാലഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു കാര്യമാണ്. അതിന്റെ എത്തിക്കൽ കോൺസിക്വൻസും ഇതും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞത്. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ആ ട്രൂത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാല് മനുഷ്യൻ കള്ളത്തരങ്ങൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നതിനാണ് പോസ്റ്റ് ട്രൂത്ത് യഥാർത്ഥമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മൾ തന്നെ ഒരു കഥയാണ് ഉണ്ടാക്കിയിട്ട് പറയാണ് അത് ലോകത്തിന്റെ കഥയാണെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവർക്കും എത്തുകയാണ് ഈ സമയം. അത് നടന്നില്ലെങ്കിലും നമ്മൾ അതാണ് അതിന്റെ. അപ്പൊ അതിനുവേണ്ടി എനിക്ക് എക്കണോമിക് വയബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നു. എക്കണോമിക് വയബിലിറ്റി നോക്കണം. അപ്പൊ അത് ഞാനിപ്പോ ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞോ ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഇല്ലാതായിത്തീരും, അപ്പോഴത്തേക്ക് നമ്മളൊരു പ്രശ്നമാകുന്നു. അങ്ങനെ എല്ലാം ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നമ്മൾ ആത്യന്തികമായി പറഞ്ഞ ട്രൂത്ത് ഭയങ്കരമായിട്ട് മാറുന്നത് മാത്രമല്ല, അത് കള്ളത്തരങ്ങൾ ചേർത്ത് വെക്കുന്നതിനാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് കഥകളെന്ന്. അപ്പം കഥയുള്ള കള്ളത്തരമുണ്ട്, റിയാലിറ്റി എന്നുള്ളത്. അപ്പൊ ഇപ്പോഴേ അതിന് വേറൊരു റിയാലിറ്റികളുണ്ട് കേട്ടോ. പോസ്റ്റ് ട്രൂത്തിന് ഇപ്പൊ ഒരു നന്മകളുള്ളത് പറയാം. പണ്ട് കാലത്ത് നമ്മളെ ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് നിർപ്പിച്ചിരുന്ന ഒത്തിരി മനുഷ്യരെ ഇപ്പൊ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയ എളുപ്പമാണ്. പണ്ട് നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാല് ഒരു എഡിറ്റർ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അങ്ങനെ തീരുന്ന ചെയ്യുന്നു. കുറച്ച് നാളത്തെ ചെയ്താൽ നമുക്ക് ഉടനെ പെട്ടെന്ന് പിടിക്കുന്നു. പണ്ട് ഇതൊന്നും അറിയത്തില്ല, അത് പുസ്തകം എഴുതി അങ്ങ് വെച്ചേക്കാണ് ഇത് ഇങ്ങനെയാണെന്ന്. ഇവിടെയാണ് സാറേ റിയാലിറ്റി എന്ന് പറയുന്നതിന്റെ ഒരുപാട് പോസ്റ്റ് ട്രൂത്തിന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് ആകുമെന്ന് പറയുന്നത് ഇത് സോഷ്യൽ മീഡിയകളിലൂടെ അത് എക്സ്പോസ് ചെയ്യുന്നുണ്ട് തെറ്റായിട്ട്. അതേ സമയത്തിന് പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ റിയാലിറ്റി ഇന്ന് പുറത്ത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ മനുഷ്യൻ കണ്ടെത്തുന്നത് കൂടുതലായിട്ടുണ്ട്. ട്രൂത്തിന്റെ ഐഡന്റിറ്റി കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ട്രൂത്ത് എന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് നമ്മള് അല്പം എത്തിക്സ് ചേർത്താണ് ഞാൻ പറയാൻ കാരണം. അപ്പൊ ട്രൂത്ത് സത്യമാണോ എന്ന് ചോദിച്ചാല് അന്ന് മുതലും പറഞ്ഞ ഗാന്ധി പറഞ്ഞതും യേശുക്രിസ്തു പറഞ്ഞതും മറ്റെല്ലാവരും പറഞ്ഞതും സത്യമേതാണ്. എല്ലാവരും ഒന്നും സെർച്ച് ചെയ്യുന്നുണ്ട്, ഇന്നും സെർച്ച് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ട്രൂത്തിലും ട്രൂത്ത് കണ്ടെത്തുക അവിടെ ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ഫോർ ട്രൂത്ത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് വലിയ കാലഘട്ടമാണ്. ഇന്നിപ്പോഴേ വളരെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. അതായത് ഫേക്ക് ന്യൂസ്, ഫേക്ക് തിങ്. അതാണ് ഈ പോസ്റ്റ് ട്രൂത്തിന്റെ പ്രത്യേകത, ഫേക്ക് ന്യൂസ് എന്നുള്ളതാണ്. ഈ ഫേക്ക് ന്യൂസിന് അതിലും ഇപ്പൊ ഗവൺമെന്റ് കണ്ടുപിടിക്കുകയാണ്. ഓരോ ഇന്നത്തെ എക്സിബിഷൻസും ഒക്കെയാണ് പറയുന്നത് വെച്ചാൽ ട്രൂത്ത് ഏതാണ് അല്ലാത്തതാണ്. അപ്പൊ അതിനൊരു നമ്മളൊരു നിയമം ഉണ്ടാക്കുക. അതായത് ഇത് ഫേക്ക് ന്യൂസ് ആണ്, അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് ആണ്, ഇത് ഫേക്ക് പടമാണ്. ഇപ്പം മരിച്ചുപോയ ഒരാളുടെ പടം നോക്കാനായിട്ട് സ്വർഗത്തിൽ നിൽക്കുന്നതായിട്ട് ഒരു പടം വരച്ചിട്ട് അത് ഫേക്ക് ആണെന്ന് കൂട്ടത്തിൽ എഴുതും, ദിസ് ഈസ് ഫേക്ക്. ഇത് നമ്മളിപ്പം പണ്ട് പുസ്തകങ്ങൾ എഴുതുന്ന എല്ലാ റെഫറൻസ് എഴുതും എന്ന് പറഞ്ഞാൽ റെഫറൻസ് വെച്ചുള്ളൊരു ട്രൂത്ത് വരേണ്ടി വരും. ആ പോസ്റ്റ് ട്രൂത്തിന് ഒരു ട്രൂത്ത് ഉണ്ടായിരിക്കും. അതിന് ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് കാര്യം പറഞ്ഞ പോലെ ചെയ്യാനൊക്കും. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഞാൻ പറഞ്ഞ എക്കണോമിക്സിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് കലയും അങ്ങനെ തന്നെയാണ്. കല ഉണ്ടാക്കുന്നത് മുഴുവൻ ഫേക്കൊക്കെ ഉണ്ടാക്കും.
സത്യമല്ലാത്തതും തമാശ പറഞ്ഞു ഒക്കെ ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പം ഇങ്ങനെ സത്യത്തിന് ഒത്തിരി തലങ്ങളുണ്ട്. ആ തലങ്ങളുടെ വെളിച്ചത്തിലാണ് അതിനെ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്.